ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഒരു മോഡൽ കമ്മലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡും പിന്നെ ഒരു സിൽവർ കളർ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ നമ്മൾ റെയിൻ ഡ്രോപ്സ് ബീഡ് പോലത്തെ ബീഡാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ മാച്ചിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വൈറ്റ് നമ്മൾ ഹെയർ ബാൻഡിന് ഇടുന്ന എൻഡ് ബീഡാണ് കേട്ടോ അത്. അപ്പോൾ അതെടുത്തു. പിന്നെ എലാസ്റ്റിക് ത്രെഡ് ഉണ്ട്. 0.5 ആണ് കേട്ടോ എലാസ്റ്റിക് ത്രെഡ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇയർ ഹൂക്ക്, അത് സിൽവർ കളർ തന്നെ എടുക്കുക. ഇത്ര ഐറ്റംസാണ് ഈ കമ്മൽ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വെള്ള ബീഡ് ഉണ്ടല്ലോ, അതിന് നമുക്ക് വീറ്റ് ബീഡെന്നോ റെയിൻ ഡ്രോപ്സ് ബീഡെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ആ ഒരു ഷേപ്പിന് നമ്മൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മൾ ആ ബീഡിനെ നമ്മുടെ ഐപ്പിന്നിലേക്ക് ഇട്ടിട്ട് ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ അറ്റത്ത്. അപ്പോൾ അതിൻ്റെ ഐപ്പിന്നിന് നീളം നന്നായിട്ട് കുറയ്ക്കണം, ഗ്യാപ്പ് ഉണ്ടാവരുത്. ബീഡ് നല്ല എന്താ പറയുക ടൈറ്റായിട്ട് നിൽക്കണം, എങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഹുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ മുന്നേ ചെയ്ത വീഡിയോകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു ഹുക്ക് പോലെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ത്രെഡിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഹോളുള്ള ടൈപ്പ് വരുന്നുണ്ട്. റെയിൻ ഡ്രോപ്സ് ബീഡിൽ തന്നെ ഹോള് വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കോർക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതിൽ ത്രെഡ് കോർത്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതേ രീതിയിൽ ചെയ്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡിനെ കോർക്ക വരണം. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വൈറ്റ് ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കുക. അത് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു ബീഡ് നിൽക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കോർക്കുക, അതിന് ശേഷം ഈ ബീഡ് കോർക്കുക, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ബീഡ് ഒരെണ്ണം കോർത്തിട്ട് നമ്മളതിനെ രണ്ട് സൈഡിലേക്ക് ഒന്ന് ത്രെഡ് ഇട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. നമുക്ക് ആ ഡിസൈൻ കാണുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റി മോഡൽസ് ഞാൻ ഇതിന് മുമ്പ് കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ വൈറ്റ് ബീഡ് ഇട്ട് രണ്ട് ത്രെഡും രണ്ട് സൈഡിലേക്കായിട്ട് കോർത്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ക്രിസ്റ്റൽ ബീഡ് വീതം രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൻ്റെ റിപ്പീറ്റേഷനാണ്. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഹാൻഡ് ചെയിനായിട്ടും ചെയ്യാം. അപ്പം നമ്മളിത് രണ്ട് ക്രിസ്റ്റൽ ബീഡും കൂടി കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ സെൻറ്ററിൽ കോർത്ത സിൽവർ ബീഡിൻ്റെ 3 എണ്ണം കോർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ബീഡ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു 3 എണ്ണം. അപ്പോൾ എനിക്കത് കോർക്കാൻ എളുപ്പമായി. നിങ്ങളില്ലെങ്കിൽ സിംഗിളായിട്ട് കോർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് കോർക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെ ത്രെഡിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സിംഗിൾ ബീഡ് കോർത്ത പോലെ തന്നെ ഇതേ രീതിയിൽ കോർത്ത് കൊടുക്കുക. അപ്പോൾ ബീഡിൻ്റെ സൈസ് അനുസരിച്ച് വേണം നിങ്ങൾ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഇതിലും ചെറുതാണെങ്കിൽ ചിലപ്പോൾ 4 ബീഡൊക്കെ എടുക്കേണ്ടി വരും. അല്ല ഇതിലും വലുതാണെങ്കിൽ ചിലപ്പോൾ 2 ബീഡായാലും മതിയാവും. അത് നിങ്ങൾ സൈസിനനുസരിച്ച് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഞാനെടുത്ത ക്രിസ്റ്റൽ ബീഡിൻ്റെയും സൈസിനനുസരിച്ച് എനിക്ക് ഈ സിൽവർ ബീഡ് ഈ ഒരു സൈസിൽ കറക്റ്റ് 3 എണ്ണം മതി. വേണ്ട അതവിടെ കറക്റ്റായിട്ട്. അപ്പോൾ ആ ഒരു ബീഡിൻ്റെ രണ്ടറ്റത്തുമായിട്ട് നമുക്ക് അതിൻ്റെ നല്ല എൻഡ് കിട്ടും, ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഓരോന്ന് കോർത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്കൊരു പാറ്റേൺ കിട്ടുക. ഈ ഒരു പാറ്റേൺ നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ 3 ബീഡിലല്ല ഞാൻ നിർത്തുന്നത്, ഞാൻ സിംഗിൾ ബീഡ് ഇട്ടിട്ടാണ് നിർത്തുന്നത്. എന്നിട്ട് അതിൽ ഇയർ ഹൂക്ക് ഇട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമുക്ക് ആ ഒരു ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ക്രിസ്റ്റൽ ബീഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരിക്കും. നമുക്കറിയാമല്ലോ ക്രിസ്റ്റൽ ബീഡ് വെച്ച് ചെയ്യുന്ന ഏത് വർക്കായാലും നല്ല ഫിനിഷിംഗ് ആണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള ബീഡല്ലേ, അതുപോലെ തന്നെ നമുക്കത് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും, പെട്ടെന്നൊന്നും കളർ പോവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ബീഡും കുറച്ച് ക്വാളിറ്റി ഉള്ള ബീഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് ചെയ്യുന്ന എന്തായാലും കമ്മലായാലും ബ്രേസ്ലെറ്റ് ആയാലും എല്ലാം നല്ല ഭംഗിയുമാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ഒരുപാട് മോഡലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് നല്ല രസമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ അതിൻ്റെയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായാലും ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ്. അപ്പോൾ എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ഒന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇതാ നമ്മളിത് ലാസ്റ്റ് ആ വൈറ്റ് ബീഡ് ഇട്ടിട്ട് നമ്മൾ കോർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇയർ ഹൂക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ കെട്ടിട്ട് നിർത്താനായിട്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 സ്റ്റെപ്പും കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇയർ ഹൂക്ക് എടുത്തിട്ട് നമ്മുടെ ത്രെഡിനെ ഒന്ന് അതിലൂടെ കോർത്ത് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കാം. ഞാൻ സിൽവർ കളർ ബീഡ് എടുത്തത് കൊണ്ട് തന്നെയാണ് സിൽവർ കളർ ഇയർ ഹൂക്ക് എടുത്തത്. ഇനി ഗോൾഡൻ കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളർ എടുക്കാം, അല്ല വേറെ ബീഡായാലും നമുക്ക് എടുക്കാം. ഈ 2 കളർ മാറ്റിയെടുക്കാം. പക്ഷേ സിൽവർ ആണെങ്കിൽ സിൽവർ തന്നെ എടുക്കുക, അതാണ് ഭംഗി. അതുപോലെ ഒന്ന് ജസ്റ്റ് കെട്ടുക. അതിന് ശേഷം നമ്മൾ 2 വട്ടം ഒന്ന് പിരിച്ചതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ 2 വട്ടം കെട്ടിയതുപോലെ ഉള്ളിലൂടെ എടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അത് ഊരിപ്പോവില്ല. അതിന് ശേഷം ഒരു കെട്ടും കൂടി ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയുക, ത്രെഡ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. ഞാനിവിടെ ഉരുക്കുന്നില്ല, അത് വിട്ടു പോവില്ല. എങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം. നമ്മുടെ ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കമ്മൽ. നമുക്ക് 2 കമ്മലും കൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഇതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മോഡൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലപോലെ ഹാങ് ചെയ്ത് കിടക്കും ചെയ്യും കേട്ടോ കമ്മൽ. അപ്പോൾ അടുത്ത വീഡിയോ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാർട്ട് 1 ഇട്ടിരുന്നു. അപ്പോൾ ഇനി പാർട്ട് 2 ആയിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.